അതിസുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ ആരോപണത്തിൽ പ്രത്യേക അന്വേഷണം വേണ്ടിവരും. സിനിമാ ചിത്രീകരണത്തിന് സെക്രട്ടേറിയറ്റിൽ അനുമതി നൽകാറുണ്ട്. ഇതിനിടെ സ്ത്രീക്കുനേരെ അതിക്രമമുണ്ടായി എന്നാണ് പരാതി. അതും നടൻ ജയസൂര്യ. ഈ സാഹചര്യത്തിൽ പരാതി കിട്ടിയാൽ പോലീസ് ഗൗരവത്തിൽ അന്വേഷിക്കും. നടൻ ജയസൂര്യയാണ് ഈ സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ. 2008 പീഡനം. പിണറായി സർക്കാരിന് ജയസൂര്യയോട് അത്ര താൽപ്പര്യമില്ല. കൃഷിക്കാരുമായി ബന്ധപ്പെട്ട ജയസൂര്യയുടെ പ്രസ്താവന സർക്കാരിന് ഏറെ തലവേദന സൃഷ്ടിച്ചതാണ്. ഈ സാഹചര്യത്തിൽ ജയസൂര്യക്കെതിരെ കരുതലോടെ നീങ്ങാനാണ് സർക്കാർ തീരുമാനം. ആരോപണം ഉന്നയിച്ച നടി പരാതി നൽകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. പരാതി കിട്ടിയാൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമാകും നടപടികളിലേക്ക് കടക്കുക. പ്രത്യേക പോലീസ് സംഘം ഇതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ ഇടനാഴിയിൽ വെച്ച് യുവനടൻ കടന്നു പിടിച്ച് ചുംബിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. നടിയുടെ പരാതി കിട്ടിയില്ലെങ്കിലും പോലീസിന് അന്വേഷിക്കാതിരിക്കാനാവില്ല. കന്റോൺമെന്റ് പോലീസിനാകും അന്വേഷണം. സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്ക് പോലും കടുത്ത നിയന്ത്രണമാണ്. പീഡനം നടക്കുമ്പോൾ നിയന്ത്രണം അത്ര ശക്തമാക്കിയിരുന്നില്ലെങ്കിലും സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തെന്നത് ഗൗരവമുള്ളതാണ്. നടി പരാതിയുമായി ആരോപണത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിലും കനത്ത സുരക്ഷാ സംവിധാനമുള്ള ഇവിടെയുണ്ടായെന്ന് പറയുന്ന ലൈംഗികാതിക്രമമെന്ന ആരോപണം തള്ളിക്കളയുന്നത് സർക്കാരിന് ദോഷം ചെയ്യും. ജയസൂര്യക്കെതിരെ സെക്രട്ടേറിയറ്റ് പീഡനം ഉന്നയിച്ച നടിയുടെ ആരോപണം ഇങ്ങനെ: അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് നടൻ ആവശ്യപ്പെട്ടതായി നടി ആരോപിച്ചു. നടന്മാരായ ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, മണിയൻ പിള്ള രാജു എന്നിവർ മോശമായി പെരുമാറിയതായും നടി ആരോപിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നടന്മാരിൽ നിന്നും നേരിട്ട മോശമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയത്. സിനിമയിലെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്താൻ കൂടുതൽ പേർ മുന്നോട്ട് വരണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് എല്ലാം തുറന്നു പറയുന്നതെന്നും നടി പറഞ്ഞു. ആദ്യത്തെ ദുരനുഭവം 2008 ഉണ്ടായതെന്ന് പറഞ്ഞു. ജയസൂര്യയുടെ ഭാഗത്തു നിന്നാണ് മോശമായ പെരുമാറ്റം ഉണ്ടായത്. സെക്രട്ടേറിയറ്റിലായിരുന്നു ഷൂട്ടിംഗ്. റെസ്റ്റ് റൂമിൽ പോയിട്ട് വന്നപ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചു. പിന്നീട് ശല്യം ഉണ്ടായില്ല. ആരോടെങ്കിലും ഇക്കാര്യം പറയാൻ പേടിയായിരുന്നെന്നും നടി പറഞ്ഞു. 2013 ആയപ്പോഴേക്കും താൻ 6 സിനിമകളിൽ അഭിനയിച്ചു. 3 സിനിമയിൽ അഭിനയിച്ചാൽ അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കും. ഇടവേള ബാബുവിനെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു. ഫോം പൂരിപ്പിച്ചു കൊണ്ടുനിന്നപ്പോൾ ഇടവേള ബാബു കഴുത്തിൽ ചുംബിച്ചു. പെട്ടെന്ന് ഫ്ളാറ്റിൽ നിന്നിറങ്ങി. അമ്മയിൽ അംഗത്വം കിട്ടിയില്ല. പിന്നീട് നടൻ മുകേഷ് ഫോണിൽ വിളിച്ച് മോശമായി സംസാരിച്ചു. നേരിട്ട് കണ്ടപ്പോഴും മുകേഷ് മോശമായി സംസാരിച്ചു. വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചു. മുകേഷിനോട് പിന്നീട് സംസാരിച്ചിട്ടില്ല. മണിയൻ പിള്ള രാജുവും മോശമായി പെരുമാറി. ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചു. മുറിയുടെ വാതിലിൽ മുട്ടി. പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവരും മോശമായി പെരുമാറി. പിന്നീട് അമ്മയിൽ നിന്ന് ഒരാൾ വിളിച്ച് ഇപ്പോൾ അംഗത്വം തരാൻ കഴിയില്ലെന്ന് അറിയിച്ചു. ഇതിനുശേഷം എല്ലാം മടുത്താണ് ചെന്നൈയിലേക്ക് പോയതെന്നും നടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.